ഇതെന്താ പെട്ടെന്ന്? അതെ, പൂർണിമ വരാൻ പറഞ്ഞിട്ട് വന്നതാ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ആരും ടെൻഷൻ ആവണ്ട. ഒരു നല്ല കാര്യം പറയാനാ ഞാൻ എല്ലാരെയും ഒന്നിച്ച് വിളിപ്പിച്ചത്. ആ സാറെത്തി, ഞാൻ പിന്നീട് വിളിക്കാം. ഹലോ സാമുൽ. ഹായ് സർ. സാറിനെ അധികാരം നേരിട്ട് കണ്ടിട്ടില്ലെന്നറിയാം. വളരെ വേണ്ടപ്പെട്ടവർക്കും കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്കും അവരുടെ മുമ്പിൽ മാത്രമേ ഞാൻ പ്രത്യക്ഷപ്പെടാറുള്ളൂ. താങ്ക് യു സർ. അപ്പോ ഞാൻ സാറ് പറഞ്ഞ കാറ്റഗറിയിലാണല്ലോ. എന്നെ കാണുന്നവൻ സാക്ഷാൽ യമദേവനെ നേരിട്ട് കണ്ടവരെ പോലെ തന്നെയാ. ഞാൻ ആ പറഞ്ഞ കാറ്റഗറിയിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം വന്ന് പിന്നെ അയാളുടെ ഫാമിലിയും ഫ്രണ്ട്സും അടക്കം ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ സാമുവൽ അങ്ങനെ ആവില്ല എന്ന് എനിക്കറിയാം. പിന്നെ യൂണിഫോം അണിഞ്ഞ് ഉദ്യോഗസ്ഥനായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടായാൽ എന്റെ ഈ വാക്കുകൾ എന്നും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. അപ്പോ നമ്മുടെ ഡീൽ ഉറപ്പിക്കാം അല്ലേ? യെസ് സർ. 3 വിഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ഒരെണ്ണം കൂടി എത്തും, പിന്നെ ഒരെണ്ണം കൂടി. അങ്ങനെ മൊത്തം 5 എണ്ണമായി കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പ് ചെയ്യാം. ഓക്കെ സർ. സാമുവൽ കസ്റ്റംസിലാണെങ്കിലും ഈ ഐറ്റം നമ്മൾ സാധാരണ അയക്കുന്നത് പോലെ അയക്കാൻ പറ്റില്ല, അറിയാലോ. അതിന് ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് സർ. ഓക്കെ, എങ്കിലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. പറയാം സർ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലെങ്കിൽ നിങ്ങളുടെ കാറിലിരിക്കാം. ഇല്ല, വരൂ സർ, വരൂ. ഓക്കെ, കമാ. നീ എന്താ ഒന്നും കഴിക്കാത്തെ? അല്ല, പൂർണിമ പെട്ടെന്ന് ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞത് എന്തിനായിരിക്കും അമ്മേ? ആ, അതിപ്പോ സംശയിക്കാനൊന്നുമില്ല. വസുമതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും. അതമ്മ പറഞ്ഞത് ശരിയാ. വസുമതി അങ്ങോട്ട് പോയപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചതാ. അതെന്താ, നാത്തൂനോടെ വഴക്കുണ്ടാക്കാനാണോ പോയത്? നീയല്ലേ അവളെ ഉപദേശിച്ച് പറഞ്ഞു വിട്ടത്? ഞാനോ? അതെ, നീ തന്നെ. ഞാൻ നിന്നോടൊക്കെ 100 വട്ടം പറഞ്ഞതാ, വെറുതെ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാനുള്ള പണി നോക്കരുതെന്ന്. ഇതൊന്നുമല്ല അമ്മേ. പൂർണിമ വിളിച്ചപ്പോഴേ വസുമതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ ചെല്ലാൻ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചതാ. അതൊന്നുമല്ല കാരണം എന്ന് പൂർണിമ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായിരിക്കും കാര്യം? അത്രയ്ക്ക് പ്രധാന കാര്യം അല്ലെങ്കിൽ വയ്യാത്ത അവസ്ഥയിൽ ദേവേട്ടനെ അങ്ങോട്ട് ചെല്ലാൻ പറയില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ ആവുന്നത്? ഞാൻ വേണമെങ്കിൽ നാത്തൂനെയോ അശ്വതിയോ വിളിച്ച് കാര്യം ചോദിക്കാം. അവർക്കറിയാതിരിക്കില്ലല്ലോ. അതൊന്നും വേണ്ട. നമുക്ക് ഏതായാലും നാളെ ഒന്ന് പോയി നോക്കാം. കാര്യം എന്താന്ന് അപ്പ അറിയാലോ. അതാ നല്ലത്. വിളിച്ചത് പൂർണിമ ആയതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. കൂട്ടം വരുന്നോ നമ്മളെ കൂടെ? എന്തിന്? അതിനൊന്നും ആവശ്യമില്ല. അത് തീരുമാനിക്കുന്നത് നീയാണോ ഗിരിജെ? എന്റെ കാര്യത്തിലൊരു തർക്കം വേണ്ട. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാ മതി. ഞാൻ വരേണ്ടതായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേവട്ടെ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. അങ്ങനെ ചെയ്യാം. കഴിക്കേ, നീ ആ ചോറെടുത്ത് വിളമ്പ്. മഹിയേട്ടാ, എല്ലാരും കൂടെ ഒരു ഫോറിൻ ട്രിപ്പ് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാന്നാ ഇവള് പറയുന്ന. ആണോ നീരജ്? അങ്ങനെ ഇപ്പൊ എന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. ഇത് എന്റെ ഐഡിയ അല്ല മഹിയേട്ടാ. ഇങ്ങനൊരു ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു തന്നെ സഹദേവേട്ടനാ. ചായ എടുത്തു കുടിക്ക. എന്താ ചർച്ച? ഒരു ഫോറിൻ ട്രിപ്പ് പോയാൽ കൊള്ളാന്നോ ഇവർ രണ്ടുപേരും പറയുന്നു. കേൾക്കാനൊക്കെ രസമുണ്ട്. പക്ഷേ ഈ കാര്യം പൂർണിമ സമ്മതിക്കും തോന്നുന്നില്ല. ബിസിനസ് കാര്യം കഴിഞ്ഞ് സമയമില്ലാന്ന് തന്നെ പറയും. ടൂർ പോണോന്ന് പറഞ്ഞാലേ മാക്സിമം 1 ഡേ ടൂർ അല്ലെങ്കിൽ 1 നൈറ്റ് സ്റ്റേ. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന രീതിയിൽ. അല്ലാതെ ഫോറിൻ കൺട്രിയിലൊക്കെ പോണോന്ന് പറഞ്ഞാലേ അത് പൂർണിമ ഒരിക്കലും സമ്മതിക്കില്ല.
ആരൊക്കെയത്? സർപ്രൈസ് ഗസ്റ്റുകളാണല്ലോ. വരൂ വരൂ. ഇങ്ങോട്ട് വരുന്ന കാര്യം ഒന്ന് പറഞ്ഞു ഇരിക്ക്, പോലും പെട്ടെന്ന് പോന്നു. ഗിരിജയിരിക്കും. അയ്യോ വേണ്ട. 2 ദിവസമായിട്ട് നിങ്ങളെ അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. കുറച്ച് തിരക്കായി പോയി. തിരിച്ചേ നാതുനെ മോളെ. അപ്പച്ചി സുഖാണോ? സുഖം തന്നെ. സുഖല്ലേ മോനെ? സുഖമായിട്ടിരിക്കുന്നു. മുത്തശ്ശി, മോളെ. അച്ഛാ, ആഹാ, നിങ്ങളെന്താ എല്ലാരും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞങ്ങളെല്ലാരും പൂർണിമ പറഞ്ഞിട്ട് വന്നതാ. പൂർണിമ പറഞ്ഞോ? അല്ല, പൂർണിമ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ വിളിച്ചിട്ടാ ഇവരൊക്കെ വന്നത്. ഉണ്ണിമേ, ഇവരൊക്കെ വന്നാ കണ്ടില്ലേ? വാ ഇങ്ങോട്ടിരി. പെട്ടെന്ന് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞതുകൊണ്ട് എന്താ സംഭവം എന്ന് അറിയാത്തതിന്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനാ ഞാൻ നിങ്ങളോട് എല്ലാവരോടും വരാമോന്ന് ചോദിച്ചത്. എന്ത് കാര്യത്തിന്? നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ തന്നെയാ. ഞാൻ അഷിതയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഗിരിജ, ഞാൻ ദുർഗയുടെ കാര്യാ പറഞ്ഞത്. അല്ല, ദുർഗയ്ക്ക് എന്തു പറ്റി? മുത്തശ്ശി, മോളെ, ഇതെന്താ പെട്ടെന്ന്? അതെ, പൂർണിമ വരാൻ പറഞ്ഞിട്ട് വന്നതാ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ആരും ടെൻഷൻ ആവണ്ട. ഒരു നല്ല കാര്യം പറയാനാ ഞാൻ എല്ലാരെയും ഒന്നിച്ച് വിളിപ്പിച്ചത്. നമ്മളാരും കിരണിന്റെയും ദുർഗയുടെയും വിവാഹം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവരുടെ വിവാഹം ഒന്നുകൂടി ഗ്രാൻഡ് ആയിട്ട് നടത്താൻ ഞാൻ തീരുമാനിച്ചു.